തമ്പായി അമ്മക്ക് തങ്കസ്മൃതി തങ്കപ്പതക്കം. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. തലിച്ചാലത്തെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകയായിരുന്ന തങ്കമ്മയുടെ 9ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച തങ്കസ്മൃതി സംഗമത്തിൽ പ്രശസ്ത നാടൻ പാട്ടുകലാകാരി തമ്പായി അമ്മക്ക് തങ്കപ്പതക്കം നൽകി ആദരിച്ചു. തളിച്ചാലം താരകത്തിൽ വി.കെ. ബാലകൃഷ്ണൻ സ്വാഗതവും വി.കെ. രവീന്ദ്രൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ എഴുത്തുകാരൻ എതിർദിശ സുരേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒരുപക്ഷെ മറ്റൊരു ജീവിത സാഹചര്യത്തിലായിരുന്നെങ്കിൽ കേരളത്തിലെ ഒരെഴുത്തുകാരിയായിട്ട് കുറെ കൂടി വിപുലമായ അളവിൽ കുറെ കൂടി ആളുകളാൽ അനുസ്മരിക്കപ്പെടുന്ന ഒരു സാന്നിധ്യമായിട്ട് തങ്കമമ്മ മാറുമായിരുന്നു. എഴുത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെ മറ്റേതെങ്കിലും മേഖലയിലെയോ വലിയ സംഭാവനകളാൽ വലിയ സാന്നിധ്യങ്ങളായി തീർന്ന മനുഷ്യരെയാണ് മിക്കവാറും ഞങ്ങൾക്കൊക്കെ അനുസ്മരിക്കേണ്ടി വരാറുള്ളത്. അത് കുറെ കൂടി എളുപ്പവുമാണ്. അവരുടെ അതിവിപുലമായ ജീവിതത്തിലെ നിരവധിയായ സംഭവങ്ങളിൽ നിന്ന് കുറച്ചെണ്ണം എടുത്തിട്ട് നാം പറഞ്ഞാൽ അനുസ്മരണ പ്രഭാഷണമായി. പക്ഷെ തങ്കമമ്മയെ പോലുള്ള മനുഷ്യരെ അനുസ്മരിക്കുക അങ്ങനെ യാന്ത്രികമായി ചെയ്യാവുന്ന ഒന്നല്ല. തീർച്ചയായിട്ടും ഏത് സ്ത്രീയെയും സ്ത്രീ എന്ന നിലയിൽ തന്നെ അവർ യഥാർത്ഥത്തിൽ സ്ത്രീ ജീവിതമാണ് ജീവിച്ചിട്ടുള്ളതെങ്കിൽ ആ കാരണം കൊണ്ട് തന്നെ നമുക്ക് ആദരിക്കാവുന്നതാണ്, അനുസ്മരിക്കാവുന്നതാണ്. കാരണം സ്ത്രീയായി ജീവിച്ച് ഒരു ജീവിതം പൂർത്തിയാക്കുക ഇപ്പോൾ പോലും എളുപ്പമല്ല. ഈ പുരുഷന്മാരുണ്ടാക്കുന്ന ഒരു സ്ത്രീ സങ്കല്പത്തിലേക്ക് സ്വയം ഓരോ നിമിഷവും സ്വയം പരിവർത്തനം ചെയ്തിട്ടാണ് ഒരു സ്ത്രീ പുലരുന്നത്. പുരുഷന്മാരാണ് എല്ലാം നിശ്ചയിക്കുന്നത്. ഒരു സ്ത്രീ എന്ത് ചെയ്യണം, എത്ര ഉച്ചത്തിൽ ചിരിക്കാം, ആണുങ്ങൾ വർത്താനം പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, വലിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നിടത്ത് എത്ര അകലം പാലിക്കണം. അപ്പൊ ഈ പുരുഷാധിപത്യം ഉണ്ടാക്കിയ ഒരു സ്ത്രീ സങ്കല്പത്തിലേക്ക് ഓരോ നിമിഷവും സ്വന്തം വ്യക്തിത്വത്തെ ഇങ്ങനെ മാറ്റി 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 എടുത്തുകൊണ്ടാണ് ഒരു സ്ത്രീ സ്വന്തം ജീവിതം പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് വലിയൊരളവോളം പുരുഷന്മാരുടെ, നമ്മളെയൊക്കെ പോലുള്ള പുരുഷന്മാരുടെ ജീവിതം ആത്മാവിഷ്കാരമാണെങ്കിൽ സ്ത്രീ ജീവിതം അങ്ങനെ അല്ല. അവർക്ക് പുരുഷാധിപത്യത്തിന്റെ മൂല്യങ്ങളോട് അവരാഗ്രഹിച്ചാലില്ലെങ്കിലും അതിനകത്ത് കുടുങ്ങിക്കിടക്കാനേ ഇക്കാലത്ത് പോലും പറ്റുന്നുള്ളൂ. ഇതുപോലെ എത്രയോ തവണ പലതരം കാരണങ്ങളാൽ, പ്രതിബന്ധങ്ങളാൽ വേണ്ട എന്ന് വെച്ചിട്ടായിരിക്കും പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും ഒക്കെ ഒരു വലിയ ലോകത്തിലേക്ക്, ഒരു കൂട്ടുകുടുംബത്തിൽ, സമ്പന്നമല്ലാത്തൊരു കൂട്ടുകുടുംബത്തിൽ പിറന്ന ഒരു കുട്ടി, ഒരു പെൺകുട്ടി, ഒരു യുവതി സഞ്ചരിച്ചിട്ടുണ്ടാവുക എന്നതൊക്കെ നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കുറെ കൂടി ഇപ്പൊ തങ്കമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 92 വയസ്സാകുമായിരുന്നു. ആ ഒരു പ്രായത്തിലുള്ള ഒരു സ്ത്രീക്ക്, പ്രത്യേകിച്ചും ഈ പിതൃകേന്ദ്രിതമായ കേരളത്തിന്റെ പഴയൊരു കുടുംബഘടനയിൽ നേരത്തെ പറഞ്ഞ അത്രയും കാര്യങ്ങൾ സാധ്യമായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എപ്പോഴും അനുസ്മരിക്കുകയും ആദരപൂർവം ഇതുപോലെ വർഷാവർഷം രേഖപ്പെടുത്തുകയും ചെയ്യേണ്ട കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു മഹനീയമായ സന്ദർഭത്തിൽ ഒരമ്മയ്ക്ക് തന്നെ പുരസ്കാരം കൊടുക്കുന്ന വളരെ അർത്ഥവത്തായ ഒരു നിമിഷത്തിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലാത്ത, അതേസമയം ഞാൻ നേരിട്ടറിഞ്ഞ എത്രയോ അമ്മമാരുടെ പ്രതിനിധിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന തങ്കമമ്മയെ മുൻനിർത്തി ഇത്രയെങ്കിലും കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം, അഭിമാനം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു. കഥകളി ആചാര്യൻ രൗദ്രശ്രീ ടി കൃഷ്ണൻ തമ്പായി അമ്മയെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ പ്രശസ്ത സിനിമാ സീരിയൽ നടി രചന നാരായണൻകുട്ടി മുഖ്യാതിഥിയായി പങ്കെടുത്തു. നിറഞ്ഞ
സന്തോഷം ഈ അവസരത്തിൽ പറയാൻ പാടോ എന്നെനിക്കറിയില്ല. പക്ഷെ എനിക്ക് നിറഞ്ഞ സന്തോഷം തന്നെയാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും. അങ്ങനെ തന്നെയാണ് മനസ്സിൻ്റെ ഒരു നിറവ് എന്ന് പറയില്ലേ, എത്ര ഭംഗിയായിട്ട് സുരേഷ് സർ ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നത്. ഇവിടെ കാലം കടന്നു പോവും, ചരിത്രം മാറിപ്പോവും, പലരും വരും പലരും പോവും. പക്ഷെ അമ്മ എന്ന സങ്കല്പത്തിന്, അമ്മ എന്ന സ്ഥാനത്തിന് യാതൊരു മാറ്റവും ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു പുണ്യമായിട്ടും വലിയൊരു ആശ്വാസമായിട്ടും കരുതാണ്. ഈ ഒരു ചടങ്ങ് എനിക്ക് സത്യം പറയാച്ച ഒരു റിയലൈസേഷനാണ് സർ. ഇപ്പം ഇതെൻ്റെ ഒരു പേഴ്സണൽ ചടങ്ങായി മാറിയതായിട്ട് എനിക്ക് തോന്നാണ്. ഒരുപാട് നന്ദി ഇങ്ങനെ ഒരു നല്ല ഒരു ചടങ്ങിൻ്റെ ഭാഗമാക്കിയതിനും എന്നെ ക്ഷണിച്ചതിനും എനിക്കൊരു റീതിങ്കിങ് ഉണ്ടാക്കി തന്നതിനും ഒരുപാട് സ്നേഹം. എല്ലാ ദിക്കിലും കൊണ്ടുപോയി ഞങ്ങളെ രോഗം കാണിച്ചത് വക്കീലാണ്. ഇല്ല, അമ്മക്ക് എൻ്റെ ആശംസകളെ എനിക്കൊന്നും പറയാൻ കഴിയില്ല. എൻ്റെ കുടുംബമാണ്, എൻ്റെ മോനാണ് എന്നെ എല്ലായിടത്തും കൊണ്ടുപോയി. അങ്ങനെ എൻ്റെ കുടുംബം എല്ലാം ഒരു സന്തോഷത്തിലാണ് ഞാൻ. ഇപ്പോൾ ഇതെല്ലാം കാരണം വേറാണ് വക്കീലാണ്. എനിക്ക് കൃഷ്ണൻ ഗുരു വാട്ട് മോലോകത്ത്, കൃഷ്ണൻ ഗുരു വാട്ട് മോലോകത്ത്, രാമായണം കഥാസെ ഭഗുരിനി, രാമായണം കഥാസെ ഭഗുരിനി. കാസർഗോഡ് നിന്നെത്തിയ TJ ജോണി സദസ്സിൽ നിന്നും തത്സമയം കുറിച്ച തങ്കം അമ്മയെക്കുറിച്ചുള്ള വരികൾക്ക് രചന നാരായണൻകുട്ടി നൃത്തച്ചുവടുകൾ വെച്ചത് പരിപാടിക്ക് ഏറെ മാറ്റുകൂട്ടി. ഞാൻ ഇവിടെ നിന്ന് കുറിച്ച ഈ ഒരു അനുസ്മരണമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. സ്മൃതികൾ, പുണ്യസ്മൃതികൾ, അമ്മതൻ തങ്ക സ്മൃതികൾ, സ്മൃതികൾ, പുണ്യസ്മൃതികൾ, അമ്മതൻ തങ്ക സ്മൃതികൾ തഴുകിയുണർത്തുമ്പോ, തഴുകിത്തലോ സ്പർശമായി അമ്മതൻ സാന്നിധ്യം അറിയുന്നു ഞങ്ങൾ, അമ്മതൻ സാന്നിധ്യം അറിയുമ്പോൾ, തഴുകിത്തലോടിടുമ്പോൾ, വാത്സല്യഭാവത്തിൻ മുഗ്ധാനുഭൂതിയിൽ, വാത്സല്യഭാവത്തിൻ മുഗ്ധാനുഭൂതിയിൽ ഞങ്ങൾ കുളിർന്നിടുമ്പോൾ, ഞങ്ങൾ കുളിർന്നിടുമ്പോൾ, തങ്കമമ്മ തൻ ജീവൽ സ്പർശിയ ഓർമ്മദിനത്തിൻ്റെ നിറവിലേക സാന്ത്വനങ്ങൾ, സ്നേഹ സാന്ത്വനങ്ങൾ. EP ബാലകൃഷ്ണൻ, MP മുരളി, CP സദാനന്ദൻ, KP ദിനേശൻ, VTV ദാമോദരൻ, TJ ജോണി, K സുരേശൻ, കരിവള്ളൂർ രത്നകുമാർ എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിലെ സാംസ്കാരിക പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു. തുടർന്ന് കാസർഗോഡ് KV രമേശിന്റെ ഗോപാലകൃഷ്ണ യക്ഷഗാന ബൊംബെയാട്ട സംഘം അവതരിപ്പിച്ച യക്ഷഗാന പാവക്കളി അരങ്ങേറി.
പറയൂ. ഭുജബല പരാക്രമികളായ ഞങ്ങളുള്ളപ്പോൾ സംശയം വേണ്ട, ധൈര്യമായിരിക്കും. ആഹാ, ദേവാദികളെ, നിങ്ങളുടെ വീരവചനം കേട്ട് വളരെ സന്തോഷമായി. യക്ഷഗാനത്തിന്റെ സംഗീതവും സംഭാഷണങ്ങളും പാവകളുടെ ചലനങ്ങളുമായി സമന്വയിപ്പിച്ച അവതരണം കാണികൾക്ക് വേറിട്ട കലാനുഭവമായി. ഉത്തരമലബാറിന്റെ പാരമ്പര്യ കലാരൂപങ്ങളിലൊന്നായ യക്ഷഗാന പാവക്കളിയുടെ ആകർഷകമായ ഈ വേറിട്ട അവതരണം പരിപാടിക്ക് കൂടുതൽ മിഴിവേകി. കേവലനായ മാനവ, പുരാസുരനെ വധിച്ചുകൊണ്ട് അഹങ്കരിച്ച് മുന്നോട്ട് കുതിക്കുകയാണല്ലോ. ഈ നരകാസുരനോട് എതിരിടാൻ ജീവിച്ചിരിപ്പുള്ള ആരെ കൊണ്ടും സാധ്യമല്ല. ഓഹോ, അല്ലയോ കപടനാടക സൂത്രധാരി, നിന്നെ ഈ ക്ഷണം തന്നെ വധിച്ചിടും ഞാൻ. ജയ ജയ. യക്ഷഗാനത്തിന്റെ സംഗീതവും സംഭാഷണങ്ങളും പാവകളുടെ ചലനങ്ങളുമായി സമന്വയിപ്പിച്ച അവതരണം കാണികൾക്ക് വേറിട്ട കലാനുഭവമായി. ഉത്തരമലബാറിന്റെ പാരമ്പര്യ കലാരൂപങ്ങളിലൊന്നായ യക്ഷഗാന പാവക്കളിയുടെ ആകർഷകമായ ഈ വേറിട്ട അവതരണം പരിപാടിക്ക് കൂടുതൽ മിഴിവേകി. പയ്യന്നൂർ ഫോക്ലാൻഡ് ചെയർമാൻ അഡ്വക്കേറ്റ് വി ജയരാജിന്റെ നേതൃത്വത്തിൽ വിദേശ രാജ്യങ്ങളിലടക്കം നിരവധി വേദികളിൽ പരിപാടി അവതരിപ്പിച്ച് പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ കെ വി രമേശിനെയും സംഘത്തെയും വേദിയിൽ വെച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലൂട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കൃത്യതയാർന്ന പരിചരണം. പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.